റേഡിയൻ്റ് അക്കാഡമിയുടെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് ലാസ്റ്റ് ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു നോൺ മെറ്റലായ ക്ലോറിനെ പറ്റിയാണ്. അപ്പോൾ ആരാണ് ക്ലോറിൻ എന്ന് നമുക്ക് ഇപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെവിടെയാണ് ക്ലോറിൻ കിടക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ 17ാമതായിട്ട് കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? അത് 17ആണ്. അപ്പോൾ ഈ അറ്റോമിക് നമ്പർ 17 ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്താ ഇവിടെ പറയുന്നുണ്ട്, നോക്കിയേ. ക്ലോറിൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ഫ്രീലി ഇൻ ദ നേച്ചർ ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇരുമ്പ് കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓക്സിജൻ ഉള്ള പോലെ, നൈട്രോജൻ ഉള്ള പോലെ ഫ്രീ സ്റ്റേറ്റിൽ ആരെ കാണാൻ പറ്റാറില്ല? ക്ലോറിനെ കാണാനായിട്ട് പറ്റാറില്ല. പക്ഷേ ക്ലോറിൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞിട്ട്. CaOCl2 കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്ന ബ്ലീച്ചിങ് പൗഡറൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട് ഈ പറയുന്ന ബ്ലീച്ചിങ് പൗഡറിന്. അപ്പോൾ ഈ പറയുന്ന ബ്ലീച്ചിങ് പൗഡർ പോലെയുള്ള പല സാധനങ്ങളിൽ നമ്മൾ ക്ലോറിൻ കാണാറുണ്ടെങ്കിലും നമ്മൾ ഈ Cl എന്ന് പറയുന്നത് അല്ലെങ്കിൽ Cl2 എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്റ്റ് അല്ലെങ്കിൽ ഫ്രീ ഫോമിൽ കാണാറില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അറ്റോമിക് നമ്പർ 17 മനസ്സിലായി അല്ലേ? അറ്റോമിക് നമ്പർ 17 ആരുടേത്? ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യത്തെ 20 വരെയുള്ള എലമെൻറ്റുകളുടെ അറ്റോമിക് നമ്പർ നിങ്ങൾ കാണാതെ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അത് ഈ വർഷവും അടുത്ത വർഷവും നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളൊന്ന് എഴുതി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യത്തെ ഓർബിറ്റിൽ 2, പിന്നെ 8, 2 8 കഴിഞ്ഞ് 10, 2 8 കൂടി 10 പിന്നെ ബാക്കിയുള്ളത് 7. ഇപ്പോൾ കണ്ടോ, 287 ആണ് എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35. അതിൻ്റെ ഐസോടോപ്പുകളുണ്ട്, അത് വേറെ വരും. തൽക്കാലം 35 പഠിച്ചു വെച്ചാൽ മതി. ഇലക്ട്രോണുകളുടെ എണ്ണം അപ്പോൾ എത്ര തന്നെയാണ്? 17. ന്യൂട്രോണുകളുടെ എണ്ണവും 17. വാലൻസി എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1. ബാലൻസ് എത്രയാണ്? 1. കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലോറിന് 8 ഇലക്ട്രോൺ എന്ന ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആര് മതി? 1 ഇലക്ട്രോൺ കൂടെ വന്നാൽ മതി. കണ്ടോ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 287 ആണ് അല്ലേ? ഔട്ടർ മോസ്റ്റിൽ 7 ഉണ്ട്, ഒന്നും കൂടെ കിട്ടിയാൽ അത് 8ആയി സ്റ്റേബിളായി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ, ഇങ്ങനെ സ്റ്റേബിൾ ആകാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആര്? ക്ലോറിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആരെ കണ്ടാലും ചാടിക്കയറി ക്ലോറിൻ എന്ത് ചെയ്യും? അങ്ങോട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്ത് ഈ പറയുന്ന ഒക്ടക്റ്റ് 8 എത്തി ഒന്ന് സ്റ്റേബിളായിട്ട് പറയാറില്ല. ഈ പറയുന്ന ചില കാരണവന്മാരൊക്കെ പറയാറില്ല, എൻ്റെ പെൺമക്കളെ കെട്ടിച്ചു വിട്ടാൽ എനിക്ക് സ്വസ്ഥത കിട്ടും, എന്നിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കാൻ, അതായത് നമ്മൾ പറയും നമുക്കൊരു ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കാൻ എന്നൊക്കെ പറയാറില്ലേ. അതുപോലെ നമ്മുടെ ക്ലോറിനും സ്വസ്ഥമാകാൻ എന്ത് വേണം? ഔട്ടർ മോസ്റ്റിനകത്ത് 8 വേണം. ഇപ്പോൾ 7 ഉള്ളൂ, അപ്പോൾ 1 കിട്ടിയാൽ ആശാൻ സ്വസ്ഥമാണ്. അപ്പോൾ ആരെ കണ്ടാലും ചാടിക്കയറി റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ക്ലോറിൻ ഹൈലി റിയാക്റ്റീവ് ആയതും ക്ലോറിൻ ഫ്രീ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറിൻ നെയിം ഓഫ് ദ എലമെൻറ്റ് ഫാമിലി. ക്ലോറിൻ ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, ഇവിടെ കണ്ടോ, നമുക്കിവിടെ ഇത് കാർബൺ ഫാമിലി, നൈട്രോജൻ, ഓക്സിജൻ, ഇവിടെ ഫ്ലൂറിൻ്റെ ഈ ഒരു ഫാമിലിയിലാണ് ആര് വരുന്നത്? ഇവിടെ ക്ലോറിൻ വരുന്നത് എന്ന് എന്ത് ചെയ്യുക? ഓക്കെ, അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞ പോയിന്റുകളൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ക്ലോറിനെ പറ്റി നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് എന്താണ്? ക്ലോറിൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ഫ്രീലി ഇൻ ദ നേച്ചർ. നേച്ചറിൽ ഫ്രീ ആയിട്ട് കാണാറില്ല, കാരണം ഹൈലി റിയാക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലൻസി 1 ആയതുകൊണ്ടാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ 17, മാസ് നമ്പർ 35. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 287 എന്നാണ്. അപ്പോൾ 7 1 കിട്ടിയാൽ ആൾ സ്റ്റേബിൾ ആവും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ പറയുന്ന ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ഹൈലി റിയാക്റ്റീവായിട്ട് മാറുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലോറിൻ്റെ പ്രിപ്പറേഷനെ പറ്റിയാണ്. എങ്ങനെയാണ് നമ്മൾ ക്ലോറിനെ പ്രിപ്പയർ ചെയ്യുന്നത്? കുറച്ച് കോംപ്ലക്സ് പ്രോസസ്സാണ്, ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കണം. ഓക്കെ, അപ്പോൾ ക്ലോറിനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് 2 ആൾക്കാരാണ് ആവശ്യം. ഒന്ന് KMnO4, എന്താ നിങ്ങൾക്കറിയാം, പൊട്ടാസ്യം പെർ മാംഗനേറ്റ്, ഒരു പർപ്പിൾ കളറിലിരിക്കുന്ന സാധനം. പിന്നെ വേണ്ടത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നമ്മൾ KMnO4 എന്ന് പറയുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റും
ഈ പറയുന്ന എച്ച് സി എല്ലും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഒന്ന്, പൊട്ടാസ്യവും ക്ലോറിൻ. ഞാൻ പറഞ്ഞു ക്ലോറിൻ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ ആരെ കണ്ടാലും റിയാക്ട് ചെയ്യും. ക്ലോറിൻ നോക്കുമ്പോൾ ദേ നിൽക്കുന്നു പൊട്ടാസ്യം, അങ്ങനെ എന്ത് ഫോം ചെയ്തു? പൊട്ടാസ്യം ക്ലോറൈഡ് ഫോം ചെയ്യും. അടുത്ത ക്ലോറിൻ നോക്കുമ്പോൾ ദേ നിൽക്കുന്നു ആര്? മാംഗനീസ്. അപ്പോൾ എന്ത് ഫോം ചെയ്യും? MnCl2 ഫോം ചെയ്യും. അപ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോറിനിൽ നിന്ന് ഹൈഡ്രോജൻ ഒറ്റയ്ക്കാണ് അല്ലേ? ക്ലോറിൻ ആരെ പുറകെ പോയി? ക്ലോറിൻ നേരെ പൊട്ടാസ്യത്തിൻ്റെ പുറകെയും പോയി, മാംഗനീസിൻ്റെ പുറകെയും പോയി. അപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഹൈഡ്രോജൻ എന്ത് ചെയ്യും? ഹൈഡ്രോജൻ നോക്കുമ്പോൾ ദേ നിൽക്കുന്നു ഓക്സിജൻ. ഹൈഡ്രോജൻ്റെ പേര് തന്നെ എന്താണ്? വാട്ടർ ഫോമിംഗ് എന്നാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? നേരെ പോയിട്ട് ഒരു H2O അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോഴത്തേക്കും ക്ലോറിൻ ഒറ്റപ്പെട്ടു അല്ലേ? കുറേ ക്ലോറിൻ ആരുടെ കൂടെ പോയി? പൊട്ടാസ്യത്തിൻ്റെ കൂടെ പോയി, കുറേ മാംഗനീസിൻ്റെ കൂടെ പോയി, കൂടെ ഉണ്ടായിരുന്ന ഹൈഡ്രോജൻ ഓക്സിജൻ്റെ കൂടെയും പോയി. അപ്പം ബാക്കി ക്ലോറിൻ ഒറ്റയ്ക്ക് വിഷമിച്ച് എന്ത് ചെയ്യും? അത് Cl2 ആയിട്ട് അവിടെ നിൽക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? ക്ലോറിൻ വാതകം കിട്ടുന്നു ലബോറട്ടറി പ്രിപ്പറേഷനിൽ. സോ ബാലൻസ്ഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2KMNO4 റിയാക്ട് വിത്ത് 16HCl കോൺസെൻട്രേറ്റഡ് HCl ആണ്. ഗീവ്സ് എന്താണ്? 2KCl പൊട്ടാസ്യം ക്ലോറൈഡ് പ്ലസ് 2MnCl2 മാംഗനീസ് ക്ലോറൈഡ് പ്ലസ് 8H2O പ്ലസ് 5Cl2. അപ്പോൾ ഒരു 5-6 തവണയൊക്കെ ഒന്ന് എഴുതി അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, മിനിമം റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അതുപോലെ കാണാതെ എഴുതാൻ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ 1-2 കോളം ഇങ്ങനെ മിസ്സാക്കി തരുന്ന രീതിക്കായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയാണ്, എനിക്ക് ഉറപ്പൊന്നുമില്ല. എങ്കിലും അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി തീരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോമിങ് എന്തൊക്കെയാണ്? ഒന്ന്, പൊട്ടാസ്യം ക്ലോറൈഡ്, മാംഗനീസ് ക്ലോറൈഡ്, വാട്ടർ, ക്ലോറിൻ. എന്നിട്ട് ഈ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് കണ്ടോ? ഇവിടെ നിന്നൊരു ട്യൂബ് വഴി നേരെ കൊണ്ടുപോയി വെള്ളത്തിൽ ഇറക്കുകയാണ്. വെള്ളത്തിനകത്തോട്ട് ഇറക്കുന്നത് കണ്ടോ? എന്നിട്ട് ഇവിടെ ബബിൾ ചെയ്ത് പുറത്തോട്ട് വരും. അപ്പോൾ എന്തിനാണ് ഈ വെള്ളത്തിലോട്ട് ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ ഈ പറയുന്ന HClൻ്റെ കുറച്ച് അംശങ്ങളുണ്ടാവും. ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിനെ വെള്ളത്തിൽ ഇറക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അങ്ങ് പോകും. എന്നിട്ട് ക്ലോറിൻ ഗ്യാസ് വീണ്ടും ഈ പൈപ്പിൽ കൂടെ കയറി വരും. അങ്ങനെ വരുന്ന ക്ലോറിൻ ഗ്യാസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വേപ്പർ കാണും. ഈ വേപ്പർ കളയാനായിട്ടാണ് നമ്മൾ ഡ്രൈയിങ് ഏജൻ്റായിട്ടാണ് ആരും ഉപയോഗിക്കുന്നത്? H2SO4 എന്ന സൾഫ്യൂരിക് ആസിഡിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ബബിൾ ചെയ്ത് വരുന്ന ക്ലോറിൻ ഗ്യാസിനകത്ത് ആര് കാണത്തില്ല? വെള്ളത്തിൻ്റെ അംശം കാണത്തില്ല. അത് നേരെ ഈ പൈപ്പ് വഴി ഡയറക്റ്റായിട്ട് വന്ന് ഇവിടെ അങ്ങ് സ്റ്റോർ ആകും. കാരണം ഡെൻസിറ്റി കൂടുതലാണല്ലോ എയറിനെക്കാളും. അപ്പോൾ ഈ പൈപ്പിൻ്റെ അകത്ത് വന്ന് ഇങ്ങനെ ക്ലോറിൻ ഗ്യാസ് എന്ത് ചെയ്യും? നിറഞ്ഞ് നിൽക്കും. ഇതാണ് ക്ലോറിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പാടാണ് അല്ലേ? സിമ്പിൾ അല്ല. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ മുമ്പും പഠിച്ചു അല്ലേ? ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഓക്സിജൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചു. അപ്പോൾ രണ്ടിടത്തത് ഉപയോഗിക്കുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ? എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMNO4 ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ക്ലോറിൻ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? ആദ്യം ഓടിപ്പോയിട്ട് പൊട്ടാസ്യത്തിൻ്റെ കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? KCl ഫോം ചെയ്യും. അടുത്ത് ഓടിപ്പോയിട്ട് മാംഗനീസിൻ്റെ കൂടെ ഫോം ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? MnCl2 ഫോം ചെയ്യും. അപ്പോഴത്തേക്കും ഇവിടെയുള്ള ഹൈഡ്രോജൻ ഇഷ്ടപ്പെടില്ല. അവൻ നേരെ പോയി ഓക്സിജൻ്റെ കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? H2O ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? H2O ഫോം ചെയ്യും. അപ്പോൾ ക്ലോറിൻ ഒറ്റയ്ക്കായി Cl2 മാത്രം. ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ നിങ്ങളൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് ഓരോന്നായിട്ട് എഴുതി ബാലൻസ് ചെയ്യണമെന്നൊക്കെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ലെവലിൽ ഒരു 9ാം ക്ലാസ്സിൽ എത്രത്തോളം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ബാലൻസിങ് നിങ്ങൾ എഴുതി പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ അതാണ് പ്രിപ്പറേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം അതിനെ H2Oൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? HClൻ്റെ അംശമുള്ളതിന് ഡിസോൾവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അടുത്ത് പറയുന്നിടത്ത് ബബിൾ ചെയ്ത് വരുന്നതിന് നേരെ H2SO4 കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? H2 അഥവാ വെള്ളത്തിൻ്റെ അംശം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. H2SO4 സൾഫ്യൂരിക് ആസിഡ്. ബാക്കി വരുന്ന ക്ലോറിൻ ഗ്യാസ് ഈ പൈപ്പിൽ കൂടെ വരുന്നു. ക്ലോറിൻ ഇവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് കിട്ടും. അപ്പോൾ വാട്ട് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ടു പ്രിപ്പയർ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ്? KMNO4 പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് HCl വെള്ളമൊന്നും ചേർക്കാത്ത കോൺസെൻട്രേറ്റഡ് HCl. പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? പൊട്ടാസ്യം ക്ലോറൈഡ്, മാംഗനീസ് ക്ലോറൈഡ്, വാട്ടർ, പിന്നെ ക്ലോറിൻ ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ക്ലോറിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തിനു വേണ്ടിയിട്ടാണ്? സൾഫ്യൂരിക് ആസിഡിലും വാട്ടറിലും ആഡ് ചെയ്തതിൻ്റെ ഉത്തരവാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം പ്രിപ്പറേഷൻ. അപ്പോൾ റിയാക്ഷൻ ഓർത്ത് വയ്ക്കുക. KMNO4 2KMNO4 plus 16HCl gives 2KCl plus 2MnCl2 plus 8H2O plus 5Cl2.
ഓക്കെ, അപ്പോൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കെമിക്കൽസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക്. ഫോം ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാവുന്നു, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നു, മാംഗനീസ് ക്ലോറൈഡ് ഉണ്ടാവുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ വാട്ടറിലൂടെയും സൾഫ്യൂരിക് ആസിഡിലൂടെയും കടത്തിവിടുന്നതെന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ടു റിമൂവ് എനി കണ്ടാമിനേറ്റിംഗ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് എന്ന് വെച്ചാൽ HCl ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസും അത് കഴിഞ്ഞ് സൾഫ്യൂരിക് ആസിഡിലേക്ക് വിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ റിമൈനിങ് മോയ്സ്ചറിനെ അബ്സോർവ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു ഗ്രീനിഷ് യെല്ലോ കളറിലാണ് കാണപ്പെടുന്നത്. ക്ലോറിൻ ഗ്യാസ് ഒരു ഗ്രീനിഷ് യെല്ലോ കളറിലാണ് കാണപ്പെടുന്നത്. പഞ്ചൻ്റ് സ്മെല്ലാണ്, മണക്കാൻ അത്ര രസമുള്ളൊരു സ്മെല്ലൊന്നുമല്ല. ഡെൻസർ ദാൻ എയർ ആണ്, എയറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോം ചെയ്യുന്ന ക്ലോറിൻ ഗ്യാസ് ഇവിടെ താഴെയായിട്ട് ഇങ്ങനെ കിടക്കുമെന്ന്. കാരണം എന്താ? പുറത്തത്ര എയർ അല്ലേ, എയറിനേക്കാൾ ഡെൻസിറ്റി കൂടുമ്പോൾ താഴെയായിട്ടല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന എന്തുവാണ് നമ്മുടെ ക്ലോറിൻ നമ്മൾ ഫ്രീ ഫോമിൽ കാണില്ലെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനത്തിനകത്തുണ്ടെന്ന് പറഞ്ഞു. എന്തുവാണത്? ബ്ലീച്ചിങ് പൗഡർ. ഓക്കെ, ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ ബ്ലീച്ചിങ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറ്റുന്നത്? ഈ നിറമൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ആക്ഷനാണ് എന്തെന്ന് പറയുന്നത്? ബ്ലീച്ചിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്ലോറിൻ ഗ്യാസിൽ ക്ലോറിന് ബേസിക്കലി എന്താണ്? ഒരു ബ്ലീച്ചിങ് ആക്ഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ നിറം ഇല്ലാതാക്കും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ക്ലോറിനെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതായത് വെള്ളത്തിൽ നമ്മൾ കുറച്ച് എന്തിനെ കലക്കുന്നു? ക്ലോറിനെ കലക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നടക്കും. ഈ ക്ലോറിൻ ഞാൻ പറഞ്ഞു ഹൈലി റിയാക്റ്റീവാണ്. ആരെ കണ്ടാലും എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോറിൻ നേരെ പോയി ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്ത് HCl ഫോം ചെയ്യും. എന്നിട്ട് ഈ ക്ലോറിൻ നേരെ പോയിട്ട് ബാക്കിയുള്ള ഹൈഡ്രജൻ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് HOCl ഫോം ചെയ്യും. ഈ HOCl എന്നൊരു സാധനം നമ്മൾ നോർമലി കേൾക്കാറേ ഇല്ല. ഇത് ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. എന്തുവാണിത്? ഹൈപ്പോക്ലോറസ് ആസിഡാണ് ഈ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളധികം കേട്ടിട്ടില്ലാത്തതിന് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് അൺസ്റ്റേബിൾ ആണ്. ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്ത് HCl-ഉം പിന്നെ അത് ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുന്ന ഓക്സിജനുമായിട്ട് മാറും. ഈ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുന്ന ഓക്സിജൻ്റെ പേരാണ് നേസെൻ്റ് ഓക്സിജൻ. NaSCENT, നേസെൻ്റ് ഓക്സിജൻ. ഇത് കേട്ട് പേടിക്കേണ്ട. നേസെൻ്റ് ഓക്സിജൻ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും O2 എന്നല്ലേ പറയുന്നത്. ഇത് ഒരു ഓക്സിജൻ മോളിക്യൂളാണ് O2. എന്നാൽ ഓക്സിജൻ ആറ്റം എന്ന് പറയുമ്പോൾ അതാണ് എന്ത്? ഈ O എന്ന് വെച്ചാൽ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ O എന്നല്ലേ പറയുള്ളൂ. ആ ഓക്സിജൻ അതായത് ഒരൊറ്റ ഓക്സിജൻ്റെ ആറ്റമായിട്ട് മാറും. എന്തായിട്ട് മാറും? ഒറ്റ ഓക്സിജൻ, വെറും ഓക്സിജൻ മോളിക്യൂൾ അല്ല ആവുന്ന ഓക്സിജൻ ആറ്റമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ നേസെൻ്റ് ഓക്സിജൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ Hഉം Clഉം കൂടെ ചേർന്ന് HCl ആയപ്പോൾ ഓക്സിജൻ ഒറ്റയ്ക്കായിപ്പോയി. കണ്ടോ, ഇവിടെ രണ്ട് ഓക്സിജൻ ഒന്നുമില്ല, ഒറ്റ ഓക്സിജനേ ഉള്ളൂ. ഈ ഒറ്റ ഓക്സിജനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നേസെൻ്റ് ഓക്സിജൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മളെപ്പോഴും പറയുമ്പോൾ O2 എന്നാണ് പറയുന്നത്. കാരണം ഈ നേസെൻ്റ് ഓക്സിജൻ ആളെന്താണ്? ഒരു കുഴപ്പക്കാരനാണ്. ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കളറിങ് ഏജൻറ്റുകളെയൊക്കെ അപ്പം തന്നെ പിടിച്ചങ്ങ് ഓക്സിഡൈസ് ചെയ്ത് കളയും. കളറിങ് ഏജൻറ്റുകളായിട്ടുള്ള കുറച്ച് പിഗ്മെൻറ്റുകളുണ്ട്. ഈ പിഗ്മെൻറ്റുകളൊക്കെ എന്ത് ചെയ്യും? ഈ ഓക്സിജൻ ചെന്ന് നേരെ അങ്ങോട്ട് ഓക്സിഡൈസ് ചെയ്യും. അങ്ങനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആ പിഗ്മെൻറ്റ് ലൈറ്റിന് റിയാക്ട് ചെയ്യാതെ അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് പറയാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളണം. അപ്പോൾ ഈ പറയുന്ന ക്ലോറിന് ബ്ലീച്ചിങ് ആക്ഷൻ ഉണ്ട്. അതായത് തുണികളുടെ നിറം ഇല്ലാതാക്കാൻ നമ്മൾ ബ്ലീച്ചിങ് ആക്ഷന് വേണ്ടിയിട്ട് ആരും ഉപയോഗിക്കും? ക്ലോറിൻ ഉപയോഗിക്കും. അപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറയുന്ന വെള്ളവുമായിട്ട് ക്ലോറിനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ക്ലോറിൻ ഹൈലി റിയാക്റ്റീവ് ആണ്. കണ്ടപാടെ പോയി ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇത് ഫോം ചെയ്യും? HCl ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു Hഉം Oയും ബാക്കിയുണ്ട് അല്ലേ? അവനുമായിട്ടൊരു ക്ലോറിൻ ചേർന്നിട്ട് എന്തുണ്ടാവും? HO പിന്നെ ഒരു ക്ലോറിൻ ഇവിടെ പോയി, ഒരു ക്ലോറിൻ ഇവിടെ പോയി HOCl ഫോം ചെയ്തു. ഈ HOCl ആണ് എന്ത്? ഹൈപ്പോക്ലോറസ് ആസിഡ്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും സ്റ്റേബിൾ അല്ല, എഴുതുമ്പോൾ തന്നെ സുഖമില്ല അല്ലേ? HOCl. അപ്പോൾ ഈ HOCl വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ക്ലോറിൻ വീണ്ടും നമ്മൾ ഓക്സിജനെ ചതിച്ചിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രജൻ്റെ കൂടെ പോകും, HCl ഫോം ചെയ്യും. അപ്പോൾ പാവം ഓക്സിജൻ എന്താവും? ഒറ്റയ്ക്കാവും. അപ്പോൾ ഒറ്റയ്ക്കായി നിൽക്കുന്ന ഓക്സിജന് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും കുറേ കളർഫുൾ ആയിട്ടുള്ള ആരോടെ നിൽക്കുന്നുണ്ട്. നമുക്കറിയാമല്ലേ, ഈ നമുക്ക് ബ്രേക്കപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പ്രേമിച്ച് നടക്കുന്നവരൊന്ന് കണ്ടിക്കണ്ടാൽ നമുക്ക് പിടിക്കത്തില്ല അല്ലേ? അപ്പോൾ അതുപോലെ ഈ ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും കുറേ എണ്ണം അവിടെ കളറൊക്കെ ആയിട്ട് നല്ല തിളങ്ങി നിൽക്കുന്നതാണ്. അപ്പം നേരെ ചെന്ന് ഈ പിഗ്മെൻറ്റുകളെ പിടിച്ച് എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യുമ്പോൾ പാവങ്ങളുടെ നിറമൊക്കെ നഷ്ടപ്പെട്ട് എല്ലാവരും ഒറ്റ നിറമായിട്ടുള്ള വൈറ്റായിട്ട് മാറും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
അപ്പോൾ ഇതാണ് ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ്? അതൊരു ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ്, പഞ്ചൻ്റ് സ്മെല്ലാണ്, ഒരു മണവും ഇല്ല, വൃത്തികെട്ട മണമാണ്, എയറിനേക്കാൾ ഡെൻസിറ്റിയും ഉണ്ട്. ബ്ലീച്ചിങ് ആക്ഷൻ അറിയാമല്ലോ, H2O Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, HCl HOCl ഫോം ചെയ്യും. HOCl അൺസ്റ്റേബിൾ ആണ്, അവൻ എന്ത് ചെയ്യും? HCl ഓക്സിജനായിട്ട് മാറും. ഈ ഓക്സിജൻ്റെ പേരാണ് നേസൻ്റ് ഓക്സിജൻ. നേസൻ്റ് ഓക്സിജൻ എന്ത് ചെയ്യും? ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, അവൻ ഡീകളറൈസ് ചെയ്യും സബ്സ്റ്റൻസ്. ഇതേ ബ്ലീച്ചിങ് ആക്ഷൻ പോലത്തെ സാധനം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, പേര് ബ്ലീച്ചിങ് പൗഡർ. സോ എന്താണ്? കാൽഷ്യം ഹൈപ്പോ ക്ലോറൈറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലേക്കഡ് ലൈം ഉണ്ട്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്, ഇതിൻ്റെ പേരാണ് സ്ലേക്കഡ് ലൈം. ഓക്കെ, എന്താണ്? മിൻറ്റ് ലൈം എന്നൊക്കെ പറയുമ്പോൾ സ്ലേക്കഡ് ലൈം. ഈ സ്ലേക്കഡ് ലൈമിൽ കൂടെ നമ്മൾ ആരെ കടത്തി വിടുന്നു? ക്ലോറിനെ കടത്തി വിടുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്ലോറിൻ അപ്പോഴും പ്രശ്നക്കാരനാണ് അല്ലേ. അപ്പോൾ എന്ത് പറ്റും? CaOH ട്വൈസ് സ്ലേക്കഡ് ലൈം റിയാക്ട് വിത്ത് ക്ലോറിൻ, നേരെ എന്ത് പറ്റും? സ്ഥിരം സ്വഭാവം കാണിക്കും, ഓടിപ്പോയി കാൽഷ്യവുമായിട്ട് അങ്ങോട്ട് റിയാക്ട് ചെയ്യും. എന്ത് ഫോം ചെയ്യും? Ca. അപ്പോൾ ഓക്സിജൻ പറയും, അങ്ങനെ നീ ഇപ്പോൾ എൻ്റെ കാൽഷ്യത്തിനെ കൊണ്ടുപോകേണ്ട, ഞാനും കൂടെ വരുന്നു എന്ന് പറയും. OCl2 ഫോം ചെയ്യും. പ്ലസ് നേരെ പോയിട്ട് ഓക്സിജൻ പോയി കഴിഞ്ഞല്ലോ, അപ്പോൾ കാൽഷ്യത്തിന് ഒറ്റയ്ക്ക് കിട്ടി, അടുത്ത കാൽഷ്യത്തിന് തൂക്കും, എന്നിട്ട് എന്ത് ഫോം ചെയ്യും? CaCl2 ഫോം ചെയ്യും. അപ്പോഴത്തേക്കും ഓക്സിജൻ ആരുമായിട്ട് ചേരും? നമ്മുടെ പാവം ഹൈഡ്രജനുമായിട്ട് ചേർന്നിട്ട് വാട്ടർ ഫോം. ഓക്സിജൻ എവിടെ ഒറ്റപ്പെട്ടു പോയാലും ആരുമായിട്ട് വരും? ഹൈഡ്രജൻ വന്ന് രക്ഷിക്കും, അങ്ങനെ വാട്ടർ ഫോം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്ലോറിൻ ആദ്യം ആരുമായിട്ട് റിയാക്ട് ചെയ്യും? കാൽഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യും, പക്ഷേ ഓക്സിജൻ കൂടെ കയറിപ്പോകും. അപ്പോൾ CaOCl2 ഫോം ചെയ്യും. പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ പോയി കഴിഞ്ഞു അല്ലേ, അപ്പോൾ നേരെ പോയിട്ട് കാൽഷ്യം മാത്രമായിട്ട് തൂക്കും, അങ്ങനെ CaCl2 കിട്ടും. അപ്പോഴത്തേക്കും ഓക്സിജൻ വിഷമിച്ച് ഹൈഡ്രജനായിട്ട് ചേർന്നിട്ട് H2O കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഉപയോഗം ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ക്ലോറിൻ ഒന്ന് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുമ്പോൾ തന്നെ ബ്ലീച്ചിങ് അറിയാമല്ലോ. ഇനി ആൻറ്റിസെപ്റ്റിക് പെസ്റ്റിസൈഡുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഈ കൃമികീടങ്ങളെയൊക്കെ കൊല്ലുന്ന സാധനത്തിനെയാണ് നമ്മൾ ആൻറ്റിസെപ്റ്റിക് എന്നും പെസ്റ്റിസൈഡ് എന്നും പറയുന്നത്. ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ സംഭവം ശരിയാണ്. ആൻറ്റിസെപ്റ്റിക് നമ്മൾ ലിവിങ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് പുറത്ത് ഉപയോഗിക്കുമ്പോൾ, ഡിസ്ഇൻഫെക്റ്റൻ്റ് നമ്മൾ നോൺ ലിവിങ് ആയിട്ടുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിക്കുന്നത്. അതായത് ടൈൽസ് കഴുകാനും വീട് കഴുകാനും ഒക്കെ ഡിസ്ഇൻഫെക്റ്റൻ്റ്, നിങ്ങളെ കഴുകാൻ വേണ്ടിയിട്ട് ആൻറ്റിസെപ്റ്റിക്. ഡെറ്റോൾ ആൻറ്റിസെപ്റ്റിക് കേട്ടിട്ടില്ലേ? ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ലൈസോൾ, അതാണ് സംഭവം. ലൈസോൾ തറയിലൊഴിക്കും, ഡെറ്റോൾ നിങ്ങളുടെ മേത്തൊഴിക്കും. പിന്നെ പെസ്റ്റിസൈഡ്, കീടങ്ങളെ കൊല്ലുന്നു. കീടങ്ങളും ജീവനുള്ളതാണല്ലോ, കൊല്ലാൻ ഉപയോഗിക്കുമ്പോൾ കീടത്തിൻ്റെ പുറത്താണല്ലോ, അപ്പോൾ ലഭിക്കുന്ന തന്നെ നമുക്ക് പറയാം. ഓക്കെ ആണോ? തീർന്നു. ലാസ്റ്റ് ടോപ്പിക്ക് ഇത്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രിപ്പറേഷനെ പറ്റി പറയുമ്പോൾ അറിയാമല്ലോ, എന്ത് പറ്റും? CaOCl2 പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡ്രൈ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യും സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈം എന്ന് വെച്ചാൽ CaOH ട്വൈസിനോടൊപ്പം ക്ലോറിൻ ചേരുമ്പോൾ CaOCl2 എന്ന ബ്ലീച്ചിങ് പൗഡറും കാൽഷ്യം ക്ലോറൈഡും വാട്ടറും ഫോം ചെയ്യുന്നു. ഉപയോഗം ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നു, ആൻറ്റിസെപ്റ്റിക്കും പെസ്റ്റിസൈഡും അത് ലിവിങ് തിങ്സിൻ്റെ പുറത്ത്, ഡിസ്ഇൻഫെക്റ്റൻ്റ് നോൺ ലിവിങ് തിങ്സിൻ്റെ പുറത്ത്. ഇനി ലാസ്റ്റ് ടോപ്പിക്ക്, എങ്ങനെ നമുക്ക് ക്ലോറൈഡ് സോൾട്ടുകളെ അറിയാൻ പറ്റും? ഉപ്പ് കേട്ടിട്ടുണ്ട്, ഉപ്പ് NaCl, ഏതിൻ്റെ കൂടെ Cl വരുന്നു അതൊക്കെ ഇതിൻ്റെ സോൾട്ടായിട്ട് മനസ്സിലാക്കി വെക്കുക. NaCl, MgCl അങ്ങനെയൊക്കെ വരുന്ന ആണ് ക്ലോറൈഡ് സോൾട്ട് എന്ന് പറയുന്നത്. ആസിഡ് ബേസും കൂടി ചേർന്നിട്ടാണ് സോൾട്ട് ഉണ്ടാകുന്നത്. അതിലോട്ടൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല, തൽക്കാലം മനസ്സിലാക്കുക. ക്ലോറൈഡ് സോൾട്ട് അടങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സിംപ്ലി ചെയ്യുന്ന കാര്യം, ഏത് ക്ലോറൈഡ് സാൾട്ടാണോ എടുക്കേണ്ടത് അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും? AgNO3 എന്ന സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യും. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ ഇതുപോലത്തെ ഒരു നിറത്തിൽ ഈ പറയുന്ന സൊല്യൂഷൻ മാറും. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഒരു ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൽ ക്ലോറൈഡ് സോൾട്ട് അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഇനി അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് അഥവാ NH4OH എന്ത് ചെയ്യും? ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ സിൽവർ കളർ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് 100% ഉറപ്പിക്കാം അവിടെ എന്തുണ്ട്? ഒരു ക്ലോറൈഡ് സോൾട്ട് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ക്ലോറൈഡ് സോൾട്ട് അടങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ അതിനോട്ട് സിൽവർ നൈട്രേറ്റ്, Ag എന്ന് വെച്ചാൽ സിൽവറാണ്, നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ NO3. അപ്പോൾ AgNO3 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ആരുടെ കൂടെ? ആരെയാണോ കണ്ടുപിടിക്കാനുള്ളതിൻ്റെ കൂടെ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ പറയുന്ന പോലെ തന്നെ ക്ലോറിൻ ഓടിച്ചെന്ന് സിൽവറിൻ്റെ കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? AgCl ഫോം ചെയ്യും. പ്ലസ് എന്താണ്? NaNO3 കിട്ടും. ഇതിനാണ് ഈ പറയുന്ന വൈറ്റ് ഇതിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ക്ലൗഡി കളർ വരുന്നത്. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അമോണിയം ഹൈഡ്രോക്സൈഡ് എടുക്കും. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NH4OH.
അമോണിയം NH4 നിങ്ങൾക്കറിയാം. ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ തിരിച്ചെഴുതണം. ഹൈഡ്രോ H രണ്ടാമതും ഓക്സിജൻ ആദ്യവും എഴുതുമ്പോഴത്തേക്കും നമുക്ക് ഈ കളറ് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അതിൻ്റെ റീസൺ ഞാനിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മനോഹരമായ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയണം. ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരവും കമൻ്റായിട്ട് നിങ്ങൾ ഇടുക. ഒന്നാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. വിച്ച് ഗ്യാസ് ഈസ് ഒബ്റ്റൈൻഡ് വെൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ്? ഓക്സിജൻ കിട്ടും. ബാക്കി രണ്ടിൻ്റെ ഉത്തരം നിങ്ങൾ പറ. എത്ര പേരെ ഞാൻ റിവിഷൻ ചെയ്യണമെന്ന് മിക്ക വീഡിയോയിലും പറയല്ലേ. നിങ്ങൾ എത്ര പേര് റിവിഷൻ ചെയ്തെന്ന് അറിയട്ടെ. പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലേറ്റസ്റ്റ് അസസ് ഭാഗത്ത് ഉത്തരങ്ങൾ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ.